എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബൊറൂട്ടോ ആണെങ്കിൽ അവിടേക്ക് ചാടി വീണ് ആ വില്ലനെ ഇടിച്ച് തെറിപ്പിക്കും. ആ മെയിൻ വില്ലൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ പറയും, ഫ്യൂഡൽ നാടിന്റെയും ഹൊക്കാഗയുടെയും മക്കളെ രണ്ടുപേരെ ഇപ്പൊ ഒരുമിച്ച് എന്റെ താവളത്തിൽ കിട്ടിയിരിക്കുകയാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി. നിങ്ങളെ രണ്ടുപേരെയും വെച്ച് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ നേടിയെടുക്കുമെന്ന് പറയും. ബൊറൂട്ടോ ആണെങ്കിൽ ആ ചിന്ന പയ്യനെ പുറകിലേക്ക് നിർത്തും. അതിനുശേഷം അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ആ മെയിൻ വില്ലന്റെ അസിസ്റ്റൻസിനെ അവരെ അറഞ്ചം പുറഞ്ഞ് തല്ലി താഴെയിടും. അതിനുശേഷം ഇപ്പൊ ചിന്ന പയ്യനുമായിട്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോയി അവൻ ഒളിച്ചു നിൽക്കും. അതിനാ കപ്പടാ മീശക്കാരൻ മെയിൻ വില്ലൻ അവൻ നിലവിളിച്ചു പറയും, ബൊറൂട്ടോ മര്യാദയ്ക്ക് പുറത്തേക്ക് വാ. നിനക്കൊരു കാര്യം അറിയോ, നമ്മൾ ഓൾറെഡി ആ പ്രിസണിൽ വെച്ച് കണ്ടിട്ടുണ്ട്. സുക്കിയുടെ ബോഡി അത് ടേക്ക് ഓവർ ചെയ്ത് അവന്റെ ബോഡിയിൽ ആ പ്രിസണിൽ ഉണ്ടായിരുന്നത് അത് മറ്റാരുമല്ല, ഞാനാണ്. അതുമാത്രമല്ല, നിനക്കറിയാത്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നീ രക്ഷിച്ചു എന്ന് കരുതിയ കോക്കറി അവനെ വെള്ളത്തിൽ വെച്ച് കൊന്ന് അവന്റെ ബോഡി ടേക്ക് ഓവർ ചെയ്ത് അവന്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നത് അത് മറ്റാരുമല്ല, ഞാനാണ്. അത് കേട്ട് ബൊറൂട്ടോ അവൻ ഷോക്കാവും. വില്ലനാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. ആക്ച്വലി നീ കാരണമാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത്. എനിക്ക് എന്നോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അവൻ ബൊറൂട്ടോയെ നോക്കി കളിയാക്കും. അത് കേൾക്കേണ്ട താമസം ബൊറൂട്ടോ അവനിപ്പോ ആ വില്ലനെ അട്ടിക്കാൻ അവന്റെ അടുത്തേക്ക് ഓടും. അത് കണ്ട കുഞ്ഞിപ്പയ്യനാണെങ്കിൽ നിലവിളിച്ച് പറയും, ബൊറൂട്ടോ വേണ്ട, അവൻ നിന്നെ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ രൂപത്തിലേക്ക് അവനെ കൊണ്ട് മാറാൻ കഴിയും. പിന്നീട് ഒരിക്കലും നിനക്ക് തിരിച്ചു വരാനാവില്ല. നിന്നെ അവൻ ഇല്ലാതാക്കും. കാര്യം പിടികിട്ടിയ ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ അറ്റാക്കിൽ നിന്നൊക്കെ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട് ദൂരേക്ക് വരും. അതിനുശേഷം റെസൻഗൺ പവർ അത് ക്രിയേറ്റ് ചെയ്ത് അവനെ ആഞ്ഞടിക്കുകയാണ്. ഓൺ ദ സ്പോട്ട് ആ വില്ലൻ പവർ ഉപയോഗിച്ച് ബൊറൂട്ടോയുടെ റെസൻഗൺ പവർ അതങ്ങനെ റെസിസ്റ്റ് ചെയ്ത് തിരികെ അയക്കും. വില്ലനാണെങ്കിൽ ഒരു പ്രത്യേക പവർ ഉപയോഗിച്ച് അവന് ചുറ്റും ഒരു ബാരിയർ തന്നെ ക്രിയേറ്റ് ചെയ്യും. ബൊറൂട്ടോയുടെ ഒരു അറ്റാക്കും അവന്റെ അടുത്തേക്ക് എത്താതിരിക്കാനായിരിക്കും അവൻ അത്തരത്തിലൊന്ന് ക്രിയേറ്റ് ചെയ്യുക. ബൊറൂട്ടോയ്ക്ക് മനസ്സിലാവും ഒരു സർപ്രൈസ് അറ്റാക്ക് ഇവിടെ അല്ലാതെ അവനെ കീഴടക്കാൻ കഴിയില്ല. ബൊറൂട്ടോ കാര്യമായിട്ട് ആലോചിച്ച് അവനിപ്പോ എന്തൊക്കെയോ പ്ലാൻ ചെയ്യാണ്. അടുത്ത നിമിഷം ബൊറൂട്ടോ അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്യും. രണ്ട് സൈഡിലൂടെ വന്ന് അവൻ വിൻ സ്റ്റൈലും റെസൻഗൺ പവറും എടുത്ത് അറഞ്ചം പുറഞ്ചം ആ വില്ലനെ അറ്റാക്ക് ചെയ്യാണ്. വില്ലൻ സിമ്പിളായിട്ട് അവന്റെ ആ ഒരു ഷീൽഡ് പവർ അതുപയോഗിച്ച് ബൊറൂട്ടോയെ വളരെ എളുപ്പത്തിൽ അങ്ങനെ ദൂരേക്ക് തെറിപ്പിക്കും. അവന്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ അത് ഫ്യൂഡൽ ലാർഡിന്റെ മകനെ അവനെ ടേക്ക് ഓവർ ചെയ്യണോ അതോ ഹൊക്കാഗയുടെ മകൻ ബൊറൂട്ടോയെ ടേക്ക് ഓവർ ചെയ്യണോ എന്നത് മാത്രമാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഫ്യൂഡൽ ലാർഡ് ആളാണെങ്കിൽ അവർ ചോദിച്ച എമൗണ്ട് മുഴുവൻ റെഡിയാക്കി ആ വില്ലന്മാരുടെ അടുത്തേക്ക് പോകാനായിട്ട് റെഡിയാവും. അപ്പോഴായിരിക്കും സായി അവിടേക്ക് വരിക. സായി ചോദിക്കും, എന്തു പറ്റി, എന്തിനാണ് ഇത്ര എമൗണ്ടുമായിട്ട് നിങ്ങൾ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നത്? കട്ട് ചെയ്ത വീണ്ടും ഇവിടെ ബൊറൂട്ടോ അവനാണെങ്കിൽ ഒരു സ്മോക്ക് ബോംബൊക്കെ ഇട്ട് ആ വില്ലന്റെ കണ്ണു വെട്ടിച്ച് കുഞ്ഞിപ്പയ്യന്റെ അടുത്തേക്ക് വരും. ബൊറൂട്ടോ ഷുരിങ്കൻ അവന്റെ കയ്യിൽ കൊടുക്കും. ഇത് കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന സമയത്ത് നീ പ്രയോഗിക്കണം. അടുത്ത നിമിഷം ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലനെ റൗണ്ട് ചെയ്യും. ബൊറൂട്ടോ അവന്റെ പല്ലും നഖമൊക്കെ ഉപയോഗിച്ച് ആ വില്ലനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ വില്ലനാണെങ്കിൽ ബൊറൂട്ടോയുടെ ഓരോ ക്ലൗൺസുകളായി അങ്ങനെ ക്യാച്ച് ചെയ്ത് തകർത്തില്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇപ്പൊ റിയൽ ബൊറൂട്ടോയെയും അവൻ കഴുത്ത് പിടിച്ച് ഞെരിച്ച് മുകളിലേക്ക് ഉയർത്തിയെടുക്കും. അവനിപ്പോ ബൊറൂട്ടോയുടെ ബോഡി അത് ടേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. കറക്റ്റ് ടൈമില് നമ്മുടെ ചിന്നപ്പയ്യൻ അവൻ ആ ഷൂരിങ്കൻ തൂക്കി വില്ലന്റെ പുറകില് അങ്ങനെ വലിച്ചെറിയാണ്. ചോര തുളുമ്പി വില്ലനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ താഴേക്കിടും. അവൻ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ ചിന്നപ്പയ്യനെ നോക്കും. ആ ഗ്യാപ്പിൽ ബൊറൂട്ടോ വലിയൊരു റെസൻഗണ്ണെടുത്ത് അവന്റെ വയറ്റില് ആഞ്ഞൊരട്ടി. ആ ഒരു അട്ടിയിൽ അവൻ അങ്ങനെ തകർന്ന് താഴെ വീഴും. പക്ഷെ അടുത്ത സെക്കൻഡ് അവൻ അവന്റെ ഉള്ള പവറൊക്കെ സംഭരിച്ച് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുകയാണ്. അടുത്ത നിമിഷം വീഴുകയാണ് ആ വില്ലന്റെ ബോഡിയിൽ വലിയൊരു ലോക്ക്. അത് മറ്റാരുമല്ല, സാക്ഷാൽ മെയ്റ്റ്സിക ആ വില്ലനെ പിടിച്ചു വലിക്കും. സാറട എടുത്തു ചാടി അവന്റെ തലയ്ക്കൊരു കിക്ക്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. നിങ്ങളെന്താ ഇവിടെ, നിങ്ങൾ ആ ബീറാങ് മിഷന് അതിന് പോയില്ലേ? അതിനവര് പറയും, ഞങ്ങൾക്ക് ആ മിഷനല്ല, നിന്റെ കൂടെയുള്ള ഈ മിഷനാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ്. ഉടനെ സാറുടെ ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ കൈ ശ്രദ്ധിക്കും. അതില് ഒരു പ്രത്യേക സിമ്പിള്. അവള് ചോദിക്കും, നിന്റെ കയ്യിലുള്ള ഈ സിമ്പിള് അതെന്താണ്? ലാസ്റ്റ് ടൈം മോമോസിക്കയുടെ കൂടെ നീ ഫൈറ്റ് ചെയ്തപ്പോഴാണ് നിന്റെ കയ്യിൽ ഉണ്ടായത്. അതിന് ബൊറൂട്ടോ പറയും, ഐ എം സോറി, ആക്ച്വലി ഈ കാര്യം അതെനിക്കും സാസോയ്ക്കും മാത്രമേ അറിയാൻ പാടുള്ളൂ, മറ്റാരോടും ഇതിനെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇതിനെക്കുറിച്ച് പറയാതിരുന്നത്. ബൊറൂട്ടോ അത് പറയുന്ന കറക്റ്റ് സമയത്ത് ഫ്യൂഡൽ ലാർഡും മാസ്റ്റർ സായും അവർ രണ്ടുപേരും
അവിടേക്ക് ഓടി വരും. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവന്റെ പപ്പ ഫ്യൂഡലാടിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഞാൻ ഷുരിംഗം ട്രെയിനിങ് നന്നായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഷുരിംഗൻ ഉപയോഗിച്ച് ഞാൻ ആ വില്ലനെ കീഴ്പ്പെടുത്തി. ബൊറൂട്ടോ ആണ് എനിക്ക് ട്രെയിനിങ് ഒക്കെ തന്നതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അഗ്ഗയെ നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കൊനമാരുവിനാണെങ്കിൽ അവരെ ഓർത്ത് ഒരേ സമയം ദേഷ്യവും അതുപോലെ തന്നെ അഭിമാനവും തോന്നും. കാരണം കൊനമാരു കൊടുത്ത ബീറാങ് മിഷൻ അത് ഉപേക്ഷിച്ച് അവർ മറ്റൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്തു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഫ്യൂഡലാടും ചിന്നപ്പയ്യനും അവർ രണ്ടുപേരും തിരികെ പോവാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ചിന്നപ്പയ്യന്റെ ആ റയർ കാർഡ് അതിപ്പോ അവന് തന്നെ തിരികെ കൊടുക്കും. അവൻ ട്രെയിനിൽ കയറി ആ ഒരു കാർഡ് അതിലേക്ക് തന്നെ നോക്കും. ആ കാർഡിലുള്ള ചിത്രം അത് മറ്റാരുടെയോ അല്ല, ബൊറൂട്ടോയുടെ സൂപ്പർ ഹീറോ സാക്ഷാൽ സാസുകയുടെ കാർഡാണ് ആ റയർ കാർഡ്. കട്ട് ചെയ്ത ഇപ്പൊ വില്ലനെ കാണിക്കും. അവന്റെ മുൻപില് ഇബിക്കയും സാഹിയും സാസുകയും അവര് 3 പേരും ഇപ്പൊ അവനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഉടനെ സാസുക ചോദിക്കും, ബൊറൂട്ടോയുടെ കയ്യിലുള്ള ആ ഒരു അടയാളം അതിനെക്കുറിച്ച് നിനക്ക് ചില കാര്യങ്ങളൊക്കെ അറിയില്ലേ? അതെന്തൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് നീ പറഞ്ഞേ പറ്റൂ. അവൻ ടെൻഷനായിട്ട് പറയും, അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. കാറ ടീമിന്റെ അടയാളമാണ് അവരുടെ കയ്യിലുള്ളത്. ആ ടീമിനെ ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പോഴും അവന്റെ കയ്യിലുള്ള ആ ഒരു അടയാളം തന്നെ നോക്കി നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പോ ഓരോ ടീമിലും മെഡിക്കൽ നെഞ്ചിപ്സ് പ്രാക്ടീസ് ചെയ്യാൻ ഓരോരുത്തരായിട്ട് തെരഞ്ഞെടുക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് ആലോചിക്കും. അതിനുശേഷം അവൻ സാറഡയെ സജസ്റ്റ് ചെയ്യും, നമുക്ക് 2 പേർക്കും ഫോക്കസ് കുറച്ച് കുറവാണ്. സോ മീച്ചിക ഇതിന് പറ്റിയ ആള് നമ്മുടെ ടീമില് സാറഡ തന്നെയാണ്. അവളുടെ അമ്മ മെഡിക്കൽ ഗെഞ്ചിപ്സൂല് ഒരു ജീനിയസ് ആണ്. സോ അവൾക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടാവും. സോ നമ്മുടെ ടീമിലെ മെഡിക്കൽ ഗെഞ്ചിപ്സു പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അത് മറ്റാരുമല്ല സാറഡ തന്നെ. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോയുടെ മാൻഷൻ കാണിക്കും. അവിടെയാണെങ്കിൽ സാക്കുറ മെഡിക്കൽ നെഞ്ചിപ്സു പഠിക്കാനായിട്ട് പേര് തന്ന എല്ലാവരുടെയും പേരുകൾ അതങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാണ്. നറൂട്ടോ പറയും, നമുക്ക് മെഡിക്കൽ നെഞ്ചിപ്സു അറിയാവുന്ന ഷിനോബികളെയും വളരെ അത്യാവശ്യമാണ്, അവരാണ് നമ്മുടെ ഊർജം. സാക്കുറ ജസ്റ്റ് ഇപ്പൊ ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. അതിൽ സാറഡയുടെ പേര് കണ്ട് സാക്കുറ 1 സെക്കൻഡ് ഷോക്കാവും. അതേസമയം സാറഡ അവളിപ്പോ ഭയങ്കര ടെൻഷനിലാണ്. അവളെ കൊണ്ട് മെഡിക്കൽ ഗെഞ്ചിപ്സു അത് പഠിക്കാൻ പറ്റുമോ എന്നതാണ് അവളുടെ ഡൗട്ട്. ഇൻ കേസ് ഈ മെഡിക്കൽ ഗെഞ്ചിപ്സുവില് അതിൽ ഞാൻ തോറ്റു പോവാണെങ്കിൽ അതെന്റെ അമ്മയ്ക്ക് വലിയ അപമാനമാവും. കാരണം അമ്മ വലിയൊരു മെഡിക്കൽ നെഞ്ചയാണ്. സോ ഒരു കാരണവശാലും അമ്മയുടെ പേര് അത് ഞാൻ കാരണം മോശമാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഓരോ ബുക്സ് ഒക്കെ എടുത്തു വെച്ച് പഠിക്കാനായിട്ട് ആരംഭിക്കും. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഫസ്റ്റ് ക്ലാസ്സിന് നമ്മുടെ ആൾ പോവാണ്. സാറഡ ആണെങ്കിൽ ചുറ്റും നോക്കും. ഓരോ ടീമിലുള്ള ഓരോരുത്തരും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇവാബെ, വസാബെ എന്നിങ്ങനെ ഒരുപാട് പേര്. സാറഡയെ കാണേണ്ട താമസം എല്ലാവരും അവളുടെ ചുറ്റും കൂടും. സാറഡ സാക്കുറയുടെ മകളാണ്. സോ തീർച്ചയായിട്ടും സാറഡയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ഈസിയായി പഠിക്കാൻ പറ്റുമെന്ന് ഇപ്പൊ അവര് പറയും. അവൾക്കാണെങ്കിൽ അത് കേട്ട് അവളുടെ ഹാർട്ട് ബീറ്റ് കൂടാനായിട്ട് തുടങ്ങും. കറക്റ്റ് ടൈം ഇപ്പൊ സാക്കുറ അവിടേക്ക് വരും. സാക്കുറ പറയും, ഒരു നല്ല മെഡിക്കൽ നിഞ്ച ആവണമെങ്കിൽ ആദ്യം കറക്റ്റ് ആയിട്ട് ചക്ര കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അതാണ് വേണ്ടത്. സാക്കുറ ആദ്യമായിട്ട് അവർക്ക് ഒരു റിട്ടേൺ എക്സാം വെക്കും. അത് കേൾക്കുമ്പോൾ സാറഡയ്ക്ക് ഭയങ്കര ആശ്വാസം. കാരണം റിട്ടേൺ എക്സാമിൽ നമ്മുടെ പെങ്കൊച്ച് പുലിയാണ്. അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സാറഡയ്ക്ക് നല്ല മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് സാക്കുറ 2 ലൈനുകൾ അതൊന്നിച്ച് മിക്സ് ചെയ്യും. അതിനുശേഷം സ്റ്റുഡൻസിനോട് പറയും, നിങ്ങൾ നിങ്ങളുടെ ചക്ര അത് കൺട്രോൾ ചെയ്ത് ഇത് രണ്ടും 2 ആക്കി മാറ്റണം. ഉടനെ എല്ലാവരും ഇപ്പൊ അത് 2ഉം എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവാബ കഷ്ടപ്പെട്ട് അത് എക്സ്ട്രാക്ട് ചെയ്യും. പക്ഷെ അവന്റെ ഗ്ലാസ് ആണെങ്കിൽ കൈതട്ടി ഇപ്പൊ സാറഡയുടെ അടുത്തേക്ക് നീങ്ങി പോവാണ്. സാറഡയും സാക്കുറയും അവിടെയുള്ള എല്ലാവരും കരുതും അത് സാറഡയാണ് കറക്റ്റായിട്ട് എക്സ്ട്രാക്ട് ചെയ്തതെന്ന്. സാക്കുറയാണെങ്കിൽ അവൾ അഭിനന്ദിക്കും. അടുത്തതായി അറ്റുപോയ ഒരു പാവയുടെ കൈ അത് കൂട്ടി യോജിപ്പിക്കുക എന്നതാണ് അവരുടെ 3ാമത്തെ ടാസ്ക്. ഉടനെ എല്ലാവരും കഷ്ടപ്പെട്ട് അതിന് ശ്രമിക്കും. സാറഡ ആണെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് നോക്കും. അവിടെ ബൊറൂട്ടോയെ കണ്ട് അവൾ പേടിച്ചു പോവും. മുമ്പിലുണ്ടായിരുന്ന ടേബിള് അതങ്ങനെ താഴേക്ക് വീഴാണ്. അപ്പൊ സാറഡയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഏതോ ഒരാൾ കറക്റ്റ് ആയിട്ട് അതിന്റെ കൈ പാവയുടെ കൈയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. അത് സാറഡയാണ് ചെയ്തതെന്ന് കരുതി ഇപ്പൊ എല്ലാവരും വീണ്ടും അവൾ അഭിനന്ദിക്കുകയാണ്. സാക്കുറ ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയും ടീമിനെയും കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. അവരെ 3 പേരെ അകത്തേക്ക് വിളിച്ച് അവരോട് മെഡിക്കൽ ഗെഞ്ചിപ്സു അത് ഇവർ ചെയ്യുന്നത് നോക്കിയിരിക്കാൻ പറഞ്ഞ് അവർക്കത് കാണാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ഉടനെ നമ്മുടെ 3 ആശാമാരും ഇപ്പൊ ആകാംക്ഷയോട് കൂടെ അത് നോക്കി നിൽക്കും. അടുത്തതായിട്ട് 4ാമത്തെ ടാസ്ക് ഒരു പൂമുട്ട് അത് ചക്ര പവർ വെച്ച് അത് വിരിയിക്കുക എന്നതാണ്. എല്ലാവരും കഷ്ടപ്പെട്ട് പൂ വിരിയിക്കാനായിട്ട് ശ്രമിക്കും. സാറഡ ഒരുപാട് ശ്രമിച്ചിട്ടും അവളുടെ മുട്ട് വിരിയില്ല. അപ്പൊ ഇവാബയുടെ തൊട്ടടുത്തുള്ളവൻ
അവൻ കറക്റ്റായിട്ട് പൂവ് വിരിയിക്കും. പക്ഷെ ശക്തിയായിട്ടുള്ള കാറ്റടിച്ച് ആ പൂവ് ഇപ്പൊ സാറഡയുടെ ടേബിളിലേക്ക് വന്ന് വീഴാണ്. അവൾ അത് കണ്ട് ഷോക്കാവും. ബൊറൂട്ടോ ടീമിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. വാവ് സാറഡ, നീ അടിച്ചു പൊളിച്ചു. ഉടനെ ഷിസുനും നമ്മുടെ ഹൊക്കാഗെ നറൂട്ടോയും അവർ രണ്ടുപേരും ആ ട്രെയിനിങ് ഒക്കെ കാണാൻ അവിടേക്ക് വരാണ്. ഉടനെ സാക്കുറ എല്ലാ മത്സരങ്ങളിലും വിജയിച്ച നമ്മുടെ സാറഡയുടെ മുൻപിലേക്ക് ഒരു ഫിഷിനെ കൊണ്ടുവരും. അതിനവളുടെ പവർ ഉപയോഗിച്ച് തിരികെ ജീവൻ കൊടുക്കാൻ പറയും. അവളാണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ്. കാരണം ഹൊക്കാഗെ അടക്കം ഒരുപാട് പേര് അവളുടെ കഴിവ് കാണാൻ കാത്തു നിൽക്കുന്നു. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചക്ര പവർ ഉപയോഗിച്ച് അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആ ഫിഷ് അത് കത്തിക്കരിഞ്ഞ് ഫിഷ് ഫ്രൈ ആയി മാറും. അവൾ പൊട്ടിക്കരഞ്ഞു പറയും, അമ്മ പ്ലീസ് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ആക്ച്വലി ഇതൊന്നും ചെയ്തത് ഞാനല്ല. എനിക്ക് മെഡിക്കൽ ഗെഞ്ചിപ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എങ്ങനെയൊക്കെയോ ആക്സിഡന്റലി അതൊക്കെ നടന്നു പോയതാണ്. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ സാറഡയെ ചേർത്ത് പിടിക്കും. അതിനുശേഷം അവൾ ആശ്വസിപ്പിക്കും. അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു എനർജി കിട്ടും. അതിനുശേഷം എല്ലാവരും അവരെ കൊണ്ട് പറ്റും പോലെ ഒറ്റയ്ക്ക് സ്ട്രെസ് ഒന്നുമില്ലാതെ ട്രെയിനിങ് എടുക്കാൻ തുടങ്ങുകയാണ്. ഈനോജിനാണെങ്കിൽ ഇപ്പൊ സാക്കുറ കൊടുത്ത ആ ഒരു ഫിഷിന് തിരികെ ജീവൻ കൊണ്ടുവരാണ്. അതിനുശേഷം സാക്കുറ ഒരു പേഷ്യന്റിന് ലൈവായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് നമ്മുടെ ആൾക്കാർ നോക്കി നിന്ന് കാണും. സാറഡയ്ക്കാണെങ്കിൽ അവളുടെ അമ്മയെ ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നും. അങ്ങനെ അമ്മയും മോളും ഹാപ്പി ആയിട്ട് റിലാക്സ് ചെയ്ത് ഫുഡ് കഴിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.